കേൾക്കാമല്ലോ. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ഉയർന്ന തെങ്ങുകൾക്കിടയിലും കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് കളിക്കുന്ന മനോഹരമായ ഒരു നദിക്കരയിലുമായിരുന്നു സ്കൂൾ. അധ്യാപക ദിനം അടുത്തു വരുന്നതിനാൽ വിദ്യാർത്ഥികൾ സന്തോഷത്തിലായിരുന്നു. കുട്ടികൾ അവരുടെ അധ്യാപകരെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ലക്ഷ്മി ടീച്ചറിനെ. മലയാളം പഠിപ്പിക്കുകയും ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള മികച്ച കഥകൾ പറയുകയും ചെയ്യുന്ന ദയയുള്ള സൗമ്യയായ ഒരു ടീച്ചറായിരുന്നു ലക്ഷ്മി. അവർ പലപ്പോഴും തൻ്റെ വിദ്യാർത്ഥികളെ സ്കൂൾ മുറ്റത്തെ വലിയ ആൽമരച്ചുവട്ടിലിരുത്തി പഠിപ്പിക്കുമായിരുന്നു. ധീരരായ വീരന്മാരുടെയും ജ്ഞാനികളുടെയും കഥകൾ പറഞ്ഞു കൊടുക്കും. എപ്പോഴും പഠനം രസകരമാക്കുകയും കുട്ടികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ കുട്ടികൾ ടീച്ചറിനെ വളരെ സ്നേഹിച്ചിരുന്നു. ലക്ഷ്മി ടീച്ചറിന് വേണ്ടി ഈ അധ്യാപക ദിനത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള സമ്മാനം കൊടുക്കണമെന്ന് കുട്ടികൾ തീരുമാനിച്ചു. അങ്ങനെ അവർ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട രാജാവായ മഹാബലിയുടെ കഥയെക്കുറിച്ച് ഒരു നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. രഹസ്യമായി അവർ പരിശീലിച്ചു. അവർ അധ്യാപക ദിനത്തിന് നേരത്തെ സ്കൂളിലെത്തി ടീച്ചറിൻ്റെ മുറി അലങ്കരിച്ചു. ഞങ്ങളുടെ ലോകം മനോഹരമാക്കുന്ന ഏറ്റവും മികച്ച അധ്യാപികയ്ക്ക് എന്ന കുറിപ്പോടെ എല്ലാവരും ഒപ്പിട്ട ഒരു വലിയ കാർഡ് ടീച്ചറിൻ്റെ മേശപ്പുറത്ത് വച്ചു. ആൽമരത്തിൻ്റെ ചുവട്ടിൽ കുട്ടികൾ ഉണ്ടാക്കിയ ഇരിപ്പിടത്തിലേക്ക് ടീച്ചറിനെ ആനയിച്ചു. അവർ ആ നാടകം പൂർണ്ണ ഹൃദയത്തോടെ അവതരിപ്പിച്ചു. ലക്ഷ്മി ടീച്ചർ സന്തോഷത്താൽ നിറഞ്ഞു. അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഇത് തനിക്ക് കിട്ടിയ ഏറ്റവും മികച്ച സമ്മാനമാണെന്ന് പറഞ്ഞ് കുട്ടികളെ ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ചു. നിങ്ങൾ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു, ടീച്ചർ പറഞ്ഞു. മഹാബലി രാജാവിനെ പോലെ നിങ്ങൾക്ക് ആർക്കും നൽകാനാവുന്ന ഏറ്റവും വലിയ സമ്മാനം ദയയും സ്നേഹവുമാണെന്ന് അവരെ ഓർമ്മിപ്പിച്ചു. കുട്ടികൾക്ക് സന്തോഷമായി. ടീച്ചർക്ക് ഒരിക്കലും മറക്കാനാകാത്ത സമ്മാനമാണ് അവർ നൽകിയതെന്ന് അവർ മനസ്സിലാക്കി. Thank you. Subscribe.